മന്ത്രി എം.പി. രാജേഷും വി.ടി. ബൽറാമും തമ്മിലുള്ള സൈബർ യുദ്ധം തുടരുന്നു. വാളയാർ കേസിൽ ബി.ജെ.പി. വാദം ഏറ്റുപിടിച്ചയാളാണ് ബൽറാം. നോട്ട് നിരോധനത്തെ പിന്തുണച്ച് വി.ടി. ബൽറാം മോദിക്ക് കൈയടിച്ചു. ആ കൈയടി പിൻവലിക്കേണ്ടെന്നും എം.പി. രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതിനുള്ള മറുപടികളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണല്ലേ? അമൃത, വി.ടി. ബൽറാമും എം.പി. രാജേഷും നേർക്ക് നേർ സൈബർ ഇടത്തിൽ യുദ്ധം ചെയ്യുകയാണ് എന്ന് തന്നെ പറയാം. അവർ ഈ മാധ്യമങ്ങളുടെ പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല. FB പോസ്റ്റ് വഴിയാണ് രണ്ടുപേരും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ആദ്യം ഈ എം.പി. രാജേഷാണ് ഈ വി.ടി. ബൽറാമിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ BD ബീഹാർ വിവാദവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലാണ്. ഇതിന് ഈ എം.പി. രാജേഷിനെ രൂക്ഷമായ വിമർശിച്ചുകൊണ്ട് തന്നെ തിരിച്ച് ഒരു മറുപടി വി.ടി. ബൽറാം ഇട്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ കപട വിലാപങ്ങളുടെ മെഗാഫോണായി മാറി എം.പി. രാജേഷ് എന്നുള്ളതാണ്. ഇതിന് മറുപടി ആയിക്കൊണ്ടാണ് ഈ താൻ ഫേസ്ബുക്കിൽ മാത്രമല്ല ഈ സംഘപരിവാറിനെതിരെ പോരാടുന്നത്. ഫേസ്ബുക്ക് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ സംഘപരിവാറിനെതിരെ താൻ പോരാട്ടം തുടർന്നതാണ്. അതോടൊപ്പം തന്നെ ഈ സംഘപരിവാറും കോർപ്പറേറ്റ് രാഷ്ട്രീയവും എന്ന എം.പി. രാജേഷിന്റെ ഒരു പുസ്തകവും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് ഈ താൻ വാളയാർ കേസിൽ അന്ന് MP ആയിരിക്കെ വാളയാർ പെൺകുട്ടികളുടെ വീട്ടിൽ സന്ദർശിച്ചില്ല എന്ന് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബി.ജെ.പിയുടേതാണ് ഉന്നയിച്ചത്. മറ്റൊരു കോൺഗ്രസ് നേതാവ് ഏറ്റുപിടിച്ചില്ലെന്നാൽ ഈ വി.ടി. ബൽറാമാണ് ഈ കാര്യം പറഞ്ഞത് എന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ അനുരാഗ് ഠാക്കൂറുമായി പാർലമെന്റിൽ ഉണ്ടായിരുന്ന സമയത്ത് തനിക്കുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് എഴുതിയിരുന്നു. അത് തെറ്റായി പോയെന്ന് പിന്നീട് പറഞ്ഞതാണ്. എന്നാൽ വി.ടി. ബൽറാം ഒരു കാര്യവും തെറ്റ് സമ്മതിക്കുന്നില്ല. നോട്ട് നിരോധനത്തെ വി.ടി. ബൽറാം പിന്തുണച്ചു എന്നും അങ്ങനെ ആ പിന്തുണച്ച കയ്യടി മോദിക്ക് അതേപോലെ ഇരിക്കട്ടെ, ഒന്നും തിരുത്താൻ തയ്യാറാവേണ്ടതില്ല എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ശരി സാജിദ്.